ട്രാവൽ സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ സ്ഥിതി ചെയ്യുന്ന ട്രയംബകേശ്വർ ടെമ്പിളിലേക്കാണ്. ഞാനവിടെ ചെല്ലുന്നവരെ എനിക്ക് ട്രയംബകേശ്വർ ടെമ്പിളിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ഭയങ്കര കുറവ്. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗസിൽ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമാണ് നാസിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ട്രയംബകേശ്വർ ടെമ്പിൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്ത് ട്രയംബക് എന്ന് പറയുന്ന വില്ലേജിലായിട്ടാണ് ട്രയംബകേശ്വർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഗോദാവരി നദി ഇത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഇതിനോട് ചേർന്നിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മഗിരി ഹിൽസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്നായിട്ടാണ് ഈ ഗോദാവരി നദി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ താഴ്വരയിലാണ് ഈ അമ്പലം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ട്രയംബകേശ്വർ ടെമ്പിളിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്നുള്ളത് മഹാദേവൻ തന്നെയാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഇവർ 3 പേരും 3 ശിവലിംഗങ്ങളായിട്ട് ഈ ടെമ്പിളിൽ അധിവസിക്കുന്നു. അതാണ് ഇതിൻ്റെ ഐതിഹ്യം. അതുപോലെ തന്നെ അർദ്ധകുംഭമേള നടക്കുന്ന ഒരു അമ്പലം കൂടിയിട്ടാണ് ഈ ട്രയംബകേശ്വർ ടെമ്പിൾ. പിന്നെ അത് ഈ ഒരു അമ്പലത്തിനൊരു എന്താ പറയുക, പഴയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒക്കെ അവരുടെ പ്രതാപകാലത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അമ്പലം കൂടിയിട്ടാണത്. ഔറംഗസേബിനാൽ ഇത് ഫുള്ളായിട്ട് ഇത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മറാഠി സാമ്രാജ്യം ശക്തി പ്രാപിച്ചതിന് ശേഷം അത് തിരിച്ചു പിടിച്ചിട്ട് അത് വീണ്ടും അത് പുനർനിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1740 1760 കാലഘട്ടങ്ങളിലാണ് ബാലാജി ബാജിറാവ് എന്ന് പറയുന്ന പേഷ്വാണ് ഈ ഒരു അമ്പലം പുനർനിർമ്മാണം ചെയ്യുന്നതാണ് നമുക്ക് രേഖകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ട്രയംബകേശ്വർ ടെമ്പിളിനെ പറ്റിയിട്ടൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അതായത് ദക്ഷിണ ഭാരതത്തിൽ പണ്ട് കാലത്ത് ഭയങ്കര വരൾച്ച, അതായത് വെള്ളം കിട്ടാത്ത അവസ്ഥ, ഒന്നും കിട്ടാതെ കൃഷി നശിക്കുന്നു, മൃഗങ്ങൾ മരിച്ചു പോകുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ വന്ന ടൈമിൽ ഗൗതമ മഹർഷി ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഗൗതമ മഹർഷിയുടെ എന്താ പറയുക, ആളുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായിട്ടുള്ള ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സൃഷ്ടിച്ചൊരു നദിയാണ് ഗോദാവരി നദി. അത് നമ്മളുടെ വരൾച്ചയും ഈ ജീവജാലങ്ങൾക്ക് രക്ഷിക്കുന്ന പോലെ ഉണ്ടാക്കിയൊരു നദിയാണ് ഗോദാവരി നദി എന്നാണ് ഐതിഹ്യം കിടക്കണേ. അപ്പോൾ അതിനുശേഷം ഗൗതമ മഹർഷിയുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഭഗവാൻ ശിവൻ അവിടെ അധിവസിച്ചു. കേരളത്തിൽ നിന്നും ട്രയംബകേശ്വർ ടെമ്പിളിലേക്കുള്ള യാത്ര, അതായത് ഞാനെങ്ങനെ യാത്ര ചെയ്തു, എനിക്ക് എത്ര എമൗണ്ട് ചിലവായിട്ടുണ്ട്, ഞാൻ ഏത് ബസ്സിലാണ് എവിടെ നിന്നാണ് പിടിച്ചത്, ഏത് സ്പോട്ടിൽ ഇറങ്ങണം എന്നതിനെ പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കപ്പോൾ അത് വീഡിയോ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടുള്ള നല്ല അനുഭവങ്ങളും പൊട്ടനുഭവങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണെങ്കിലും ഇത് എൻജോയ് ചെയ്യുക. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തി മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അതിൽ കയറി നമ്മൾ 730 രൂപയാണ് നമ്മുടെ ചാർജ് പറഞ്ഞത്. ഞാൻ എടുത്തത് സ്ലീപ്പർ കോച്ചായിരുന്നു. AC കൊണ്ടൊരു കേസ് എടുക്കാം. ഞാനിപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞുകൊണ്ട് ഞാൻ 730 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. ലോക്കലിലൊന്നും ഒരിക്കലും പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ലോക്കലിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഒന്നുകിൽ AC നോക്കുക, അല്ലെങ്കിൽ റിസർവേഷനിൽ സ്ലീപ്പർ കോച്ച് നോക്കാം. പിന്നെ നിങ്ങൾക്ക് വൈകിട്ടേക്കുള്ള രാത്രിക്കുള്ള ഫുഡ് നിങ്ങൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ ആ കോസ്റ്റ് കൂടി നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഞാനങ്ങനെ ചെയ്ത് നടന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അടിപൊളി വ്യൂസാണ്. പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല കിട്ടെല്ലാം വ്യൂസാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. നമുക്ക് ഈ മൺസൂൺ കാലഘട്ടങ്ങളിൽ കൊങ്കൺ വഴി പോകുമ്പോൾ, ഈ കൊങ്കൺ വഴി പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇതിന് കുറേ അപകടാവസ്ഥകളും ഉണ്ട്. ഈ കൊങ്കണിൽ പോകുമ്പോൾ നിങ്ങൾ അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പാറകളുടെ ഉള്ളിൽ കൂടെ ആയിരിക്കും സാധനം പോകുന്നുണ്ടാവുക, തുറങ്ങിയിട്ട് കൂടെ. അപ്പം അങ്ങനെ പോകുമ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് യാത്രയിൽ ബ്ലോക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പം നിങ്ങൾ വല്ലാണ്ട് പീക്ക് ടൈമിൽ പോകരുത് അവിടേക്ക്. ഒന്നുകിൽ മുന്നേ പോവുക, അത് അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷം പോവുക. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. അപ്പം നമ്മൾ ഇങ്ങനെ പ്രകൃതിയിലൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓരോ സ്റ്റേഷനൊക്കെ ഉണ്ടാകും, എന്ത് ഭംഗിയാണെന്ന് അറിയാം അവിടുത്തെ ചില ഓരോ സിറ്റുവേഷൻ കാണുമ്പോഴേ. കാരണം അവർക്കും പ്രധാന വരുമാനം വെച്ചാൽ കൃഷിയുണ്ട് അവിടെ. ഈ മലയുടെ അടിയിലൊക്കെ കൃഷി ചെയ്യുന്ന കാണാം നിങ്ങൾക്ക്. ഈ നെൽകൃഷിയൊക്കെ നമ്മുടെ പാടത്തൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബോംബെയൊക്കെ തിറയുണ്ട് കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കല്ല് കണ്ടിരിക്കുന്നത്, ഈ കല്ലൊക്കെ തുരങ്കത്തിൻ്റെ ഒക്കെ സൈഡിലാണ് ഈ സാധനം കെട്ടിച്ചിരിക്കണ്ട അവർ നെറ്റിട്ട്. ഇതൊക്കെ പൊട്ടി വീണ് നമ്മുടെ പട്ടായി പോകുമ്പോൾ ഭംഗി നോക്കി ഞങ്ങൾ എവിടേക്ക്, എന്ത് ഭംഗിയല്ല സൈഡ് കാണാനായിട്ട്. അടിപൊളിയായിട്ട് നല്ല നല്ല കണ്ടൽക്കാടുകളും നല്ല പുഴകളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന നല്ല ലാൻഡ്സ്കേപ്പുകളൊക്കെ അവിടെ ഉണ്ട്. ഇവിടേക്ക് ഉണ്ട്, ഇല്ല എന്നും പറയുന്നില്ല, പക്ഷെ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല നമുക്കത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോയി. അപ്പോൾ നമുക്ക് എത്തിച്ചേരേണ്ടത് നാസിക് റോഡിലാണ്. നാസിക് റോഡിൽ എത്തുമ്പോൾ വെച്ചാൽ രാവിലെ ഉച്ച കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇന്നലെ ഞാനൊരു കയറിയുള്ളത് രാവിലെ 12 മണിക്കല്ലേ, പിറ്റേ ദിവസം 5:30 നമുക്ക് നാസിക് റോഡിൽ എത്തിച്ചേരാൻ പറ്റും. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ട്രയംബകേശ്വറിലേക്ക് വണ്ടി കയറേണ്ടത്.
അപ്പോൾ നമ്മൾ എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളതിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ഭംഗി കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ബോംബെക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. മുംബൈ എത്തിയിട്ടില്ല, എൻ്റെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ കുട്ടി കണ്ടല്ലേ, ഇവനായിട്ട് ഞാൻ ഭയങ്കര കണക്റ്റായി. നല്ല കണക്ഷനായി മൂപ്പരായിട്ട്. പിന്നെ അവനോട് കുറച്ച് നേരം കളിച്ചു. നല്ല വൈബായിരുന്നു മൂപ്പരായിട്ട്. നല്ലൊരു എന്താ പറയുക, അവൻ്റെ ഫാമിലിയെക്കാട്ടും കൂടുതൽ ഞാൻ അവനായിട്ട് കണക്റ്റായി. മൂപ്പർക്ക് കാറൊക്കെ എടുത്ത് ആൾ എക്സ്പോസ് ചെയ്ത് തന്നു. നല്ലപോലെ ഒന്ന് ഗെയിം കളിച്ച് ആളൊന്ന് റെസ്റ്റ് ചെയ്തു. പിന്നെ ഞാനൊന്ന് കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് വിളിക്കും ഏകദേശം ബോംബെക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കണ്ട ഈ നാസിക് റോഡിലേക്കുള്ള റൂട്ട് കണ്ടോ നിങ്ങൾ? ഹൈ റേഞ്ച് കൂടി നമ്മൾ കയറി പോണേ. അത് ട്രെയിൻ പോകുന്നത് കുന്നിൻ്റെ മുകളിൽ കൂടെയാണ്, ജാതി ഹൈറ്റ് കൂടെ കയറി പോണേ. ഇപ്പോൾ ആ മലകളിൽ കയറി ഏകദേശം നമ്മൾ എത്ര റേറ്റാണ്? അതായത് നമ്മൾ നാസിക് എടുത്തി. ഈ നാസിക് റോഡിൽ നിന്ന് കയറുമ്പോൾ വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും. KSRTC അല്ല, അവരുടെ ഗവൺമെന്റ്. അപ്പോൾ 245 അതാണ് ബസ് നമ്പർ ട്രെയിൻ KSRTC ഉള്ളത്. ഞാൻ അവിടെ എത്തിയതിന് ശേഷം തന്നെ റൂം എടുത്തു കിട്ടാം. അവിടെ 500 രൂപ മുതൽ റൂം കിട്ടും. അങ്ങനെ നേരം എടുത്തു. ഞാൻ കുറിയൊക്കെ അടിച്ചത് നേരെ അമ്പലത്തേക്ക് വെച്ച് പിടിച്ചു. അമ്പലത്തേക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കയറിക്കൊണ്ട് പോരാന്നാണ് എൻ്റെ വിചാരമാണെന്നേ. കാരണം പുറത്തുനിന്ന് അമ്പലം കണ്ടപ്പോൾ വലിയ വലിപ്പം തോന്നിയില്ല. അങ്ങനെ അമ്പലത്തിൽ കയറിയപ്പോൾ വേറൊരു ഫസ്റ്റ് ക്ലാസ് സാധനം എന്ന് പറയുക, ഒരു എയർപോർട്ടിൽ കയറുന്ന പോലെ ഫീലാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. കാരണം അവർക്ക് പ്രസവിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകൾക്കാണെങ്കിൽ പാലെടുക്കാനുള്ള സെറ്റപ്പ് ഇതൊക്കെ അതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യേണ്ടി അവർ. അങ്ങനെ അമ്പലത്തിൻ്റെ കവാടത്തിൽ കയറിപ്പോൾ കണ്ട ഒരു പെശക് നന്ദി. ഈ വെള്ളക്കളറുള്ള നന്ദിയിൽ ഞാൻ ഇവിടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. അത് മാർബിളാണോ വേറെ വല്ല കല്ലാണോ എന്ന് എനിക്കറിയില്ല. അതറിയുന്നവരൊന്ന് കമൻ്റ് അടിച്ചാൽ മതി. ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ വേറൊരു വൈബാണ്. കണ്ടമാനം ശാന്തിമാരൊക്കെ ഇരുന്ന് വലിയ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ളൊരു കട്ട ശാന്തിനെ ഞാൻ കണ്ടുണ്ടാകും. ഒരു പെശക് കട്ട നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരാളുടെ ആദ്യം ബോഡിയായിട്ട് ചുള്ളായി ആളെന്ന് നോക്കിയത് ഇതൊരു ശ്രീകൃഷ്ണൻ്റെ കൊണ്ട് പ്രതിമ. അത് നോക്കിയൊന്ന് നമ്മൾ തൊഴുത് പതുക്കെ വീണ്ടും ഉള്ളിലേക്ക് നടക്കുമ്പോണ്ട് വീണ്ടും അവർ തന്നെ, അതായത് അവിടെ നല്ല പൂജ നടന്നുകൊണ്ടിരിക്കുക. ഒരു രക്ഷയൊന്നുമില്ല, കിട്ടെല്ലാം പൂജയാണ്. അപ്പോൾ നമ്മളത് നോക്കിയില്ല, പിന്നെ നടന്നു. അപ്പോൾ അതിനോട് ഫോൺ ഓഫായി കുറേ പേര് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഫോണോ മറ്റേ ക്യാമറ ഒന്നും കയറ്റാൻ പറ്റില്ല, അവർ ഓഫ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാനത് മണ്ടായി കൂടെ അവർ കാണാത്ത രീതിയിലാണ് എടുത്തുകൊണ്ട് പോകണത്. അതുകൊണ്ട് വിഷ്വലിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ആ ശിവലിംഗം ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ട ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, മെയിൻ പ്രതിഷ്ഠ. അപ്പോൾ എന്നെ ഓടിപ്പിച്ചവർ ഫോൺ കൊണ്ടുപോയപ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് കാണുന്ന ദൃശ്യങ്ങളാണ് ഈ സാധനം ഉണ്ടാകും. ഇത് നിങ്ങൾ നോക്കിക്കോ. കാരണം വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഇത് പാറ കൊണ്ടാണ് ഈ സാധനം പണിതിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഔറംഗസേബ് ഈ സാധനത്തിന്റെ മോൾഭാഗിൽ ഈ അമ്പലം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഇത് പുനർനിർമ്മിക്കുകയാണ് ചെയ്തുള്ളത് ഈ സംഭവം. എന്നിട്ടും അതിൻ്റെ ഒരു പഴക്കോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ നോക്കി നിന്നിങ്ങനെ പോകാൻ തോന്നും. ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രൗഢി ഇപ്പോഴും ഒരു കുറവ് വരാണ്ട് ഇങ്ങനെ നിന്നിങ്ങനെ നിൽക്കില്ലേ. ഏതാണ്ട് ഇവിടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കണ്ടിട്ടില്ലേ നമ്മൾ, അതേമാതിരി നോക്കിന്ന് പോകും. അത്രയും ഭംഗിയുണ്ട് ഈ അമ്പലം നേരിട്ട് കാണാൻ. ഇത് ഫോണിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഭംഗിയുണ്ടോ അതിൻ്റെ ക്വാളിറ്റി ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ നേരിട്ട് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ പറയും. കാരണം വെച്ചാൽ വളരെ സിമ്പിളായിട്ട് വന്ന് പോകാൻ പറ്റുന്ന നല്ലത്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ആ മലയില്ലേ, ആ മലയാണ് മറ്റേ ഗോദാവരി നദി, അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. അവിടെ നിന്നാണ് ശരിക്കും ശിവന്റെ ജടയെന്ന് നദി ഒഴുകുന്ന പോലത്തെ ഒരു ഫീലാണ് ശരിക്കും നമുക്ക് ഈ അമ്പലവും ആ മലയും കണ്ടിട്ട് നമ്മൾ ഇമേജ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിപ്പോവുക. അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് തന്നെ തോന്നിപ്പോകും നമുക്കത്. കാരണം വെച്ചാൽ ശിവന്റെ ജടയിൽ നിന്ന് ഇങ്ങനെ ജലം വരില്ലേ, ഗംഗ ഒഴുകണത്. അതേമാതിരിയാണ് ഈ അമ്പലത്തിന്റെ ബാക്കിൽ കാണുന്ന ആ മലയിൽ കൂടെ അതിൻ്റെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. എനിക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ല. ഇവിടെ സ്വാമി നിൽക്കണണ്ട, ഈ കുംഭമേളയുടെ സ്വാമിമാരെ പോലത്തെ ഒരു സ്വാമി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ കുറച്ചൊക്കെ നോക്കിയിരുന്നു. ഞാനങ്ങനെ അമ്പലത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കേസ്. അവിടുന്ന് ഞാൻ തിരിച്ചു നടക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല അനുഭവങ്ങളും പുതിയ ഒരുപാട് അറിവുകളും ഇത്രയും സമ്മാനിച്ച ട്രയംബകേശ്വരനോട് ഞാനൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം, കമൻ്റ് അടിക്കാം. താങ്ക് യു.